ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ഗ്രാമമാണ് തോട്ടപ്പള്ളി. ആലപ്പുഴ നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തായാണ് തോട്ടപ്പള്ളി ഗ്രാമം. നമ്മളിപ്പോൾ കാണുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാട്ടിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അച്ചൻകോവിലാറിൽ അമിതമായിട്ടുണ്ടാകുന്ന ജലത്തിനെ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളയാൻ തോട്ടപ്പള്ളി സ്പിൽവേ സഹായിക്കുന്നു. പ്രകൃതിജന്യമായ ഗ്രാമീണ വശ്യതയാൽ മനോഹരമാണ് തോട്ടപ്പള്ളി. ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളുടെ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് തോട്ടപ്പള്ളി കാണാൻ കഴിയുന്നുണ്ട്. തോട്ടപ്പള്ളി അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൊണ്ടും സാംസ്കാരിക പൈതൃകം കൊണ്ടും പ്രശസ്തമാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തോട്ടപ്പള്ളി. ഈ ഗ്രാമം പാടശേഖരങ്ങളാലും തെങ്ങിൻ തോപ്പുകളാലും ഭംഗിയുള്ള ജലാശയങ്ങളാലും സമ്പന്നമാണ്. അതിനാൽ വളരെ നല്ല ഒരു ദൃശ്യവിരുന്ന് ലഭ്യമാകുന്ന സ്ഥലമാണ് തോട്ടപ്പള്ളി. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ടസ്ഥലവുമാണിത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന ഒരു കുട്ടികളുടെ പാർക്കാണ്. അത് ശരിയായ രീതിയിൽ സംരക്ഷിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വളരെയധികം കാടും പടലും ഒക്കെ പിടിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ തീരത്തൊക്കെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടി വല്ലാത്തൊരു കാഴ്ച നമ്മൾ കാണുന്നത്. ഇതൊക്കെ ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തോട്ടപ്പള്ളി. രാവിലെ തന്നെ മത്സ്യബന്ധനത്തിന് വന്നിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് തോട്ടപ്പള്ളിയിലെ ഈ മത്സ്യബന്ധനം നടത്തുന്നതൊക്കെ. ഇവിടുത്തെ കാലാവസ്ഥ മിക്കപ്പോഴും അല്പം ചൂടുള്ളതും ഹ്യൂമിഡിറ്റി നിറഞ്ഞതുമാണ്. തോട്ടപ്പള്ളി വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുള്ള ഗ്രാമമാണ്. ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഈ ഗ്രാമത്തിലുടനീളം കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ സ്പിൽവേയുടെ സൈഡിലുള്ള ഒരു നടപ്പാതയിൽ കൂടെ കുറച്ചൊന്ന് മുന്നോട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. ഈ സ്പിൽവേയുടെ സൈഡിലുമൊക്കെ വല വീശി മീൻ പിടിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് തോട്ടപ്പള്ളി.